കർത്താവേ, നിന്റെ സഭയിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യാൻ വിനീതനായ ദാസനെ നീ തിരഞ്ഞെടുത്തതല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോർദാനെ വെച്ച് യോഹന്നാനിൽ നിന്ന് മാമോദിസ സ്വീകരിക്കുകയും മാമോദിസ നൽകാൻ ശ്ലീഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവ്, ഈ കൂദാശയതാവിധി പരികർമ്മം ചെയ്യാൻ ബലഹീനനായ എന്നെ യോഗ്യനാക്കണമേ. സകലത്തിൻ്റെയും നാഥായ നീക്കും നമ്മുടെ കർത്താവ് ശുദ്ധായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. സകലത്തിന്റെ നാഥനായ ദൈവത്തിന് നമുക്ക് ആരാധനയും സ്തുതിയും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവിന്റെ ആവാസത്ത് പൗത്രീകരിക്കപ്പെട്ട ഈ തൈലം കൊണ്ട് അഭിഷിക്തരാകുന്ന അങ്ങയുടെ ദാസരെ മിശിഹായുടെ രാജീയ പൗരോഹിത്യത്തിൽ പങ്കുകാരാക്കുവാനും പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാക്കുവാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ യേശുവയുടെ മേലിറങ്ങി വസിച്ചുവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതിനുമായി പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടെ താമസിക്കുന്ന ഈ ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പൗത്രീകരിക്കപ്പെട്ട അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കാൻ ഞങ്ങൾ യോഗ്യരാവുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എലിസബത്ത് വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. കൊച്ചിനെ ഒന്ന് ഇങ്ങോട്ട് നീട്ടി വെക്കണേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എലിസബത്ത് മാമോദിസ മുഖപ്പെടുന്നു. പതിക്കുന്നുണ്ടോ?